everyone, welcome back to Future Plus Academy. This is Sutharma. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം നമ്മുടെ NIOS 2026 ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞു അല്ലേ? ഒരുപാട് പേര് പാസ്സായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഒന്നോ രണ്ടോ സബ്ജക്റ്റിൽ ഫെയിൽ ആയ സമയത്തുണ്ടായ ഒരുപാട് വിഷമങ്ങൾ ഞങ്ങളും അറിഞ്ഞു. അപ്പോൾ ഓൺ ഡിമാൻഡ് പരീക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ്. ഇനി +2 പാസ്സായ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും? ഇനി ഞാൻ ഡിഗ്രി കോഴ്സ് ചെയ്യണോ മിസ്സേ? ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ തന്നെ ഏതാണ് ഏറ്റവും നല്ല ഒരു യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യോ എന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യാനുള്ള കാര്യം, NIOS എന്ന സ്കീമിൽ ഭൂരിഭാഗം കുട്ടികളും പരീക്ഷകൾ എഴുതുന്നത് ഈ ഒരു പഠനം പാതി വഴി നിർത്തിവെച്ചതോ അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോ അങ്ങനെ എന്തെങ്കിലും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കറൻ്റ്ലി പൊതുവായിട്ട് കുട്ടികൾ NIOS പരീക്ഷകളൊക്കെ തിരഞ്ഞെടുക്കാറുള്ളത്. ഇനിയിപ്പോൾ അതും പോട്ടെ, ഏതെങ്കിലും നമ്മുടെ സ്റ്റേറ്റ് സിലബസ് എക്സാമിനേഷനിൽ ആരെങ്കിലും ഫെയിലായി കഴിഞ്ഞാൽ 6 മന്ത്സിനുള്ളിൽ നമുക്ക് +2 സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ NIOS പരീക്ഷകൾ ചൂസ് ചെയ്യാറുണ്ട് അല്ലേ? പക്ഷേ ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്യുന്ന നിങ്ങൾ ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യുമ്പോൾ റെഗുലർ യൂണിവേഴ്സിറ്റിയിലെ കോളേജാണോ സെലക്ട് ചെയ്യാൻ പോകുന്നത്? അല്ലല്ലോ. അവിടെയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രാധാന്യം വരുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ ഡിഗ്രി പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മളെ എക്സാം എഴുതാൻ വേണ്ടി മാത്രം നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരുന്ന സ്റ്റഡി സെൻറ്ററിൽ പോകാം. ഇൻഫാക്റ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നത് ഓൺലൈനായിട്ടാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഓപ്പൺ യൂണിവേഴ്സിറ്റീസിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ സെമസ്റ്റർ വൈസ് ആയിട്ടാണോ ഇയർ വൈസ് ആയിട്ടാണോ പ്രോഗ്രാം ചെയ്യുന്നത് എന്ന സംശയവും എല്ലാവർക്കും ഉണ്ട്. കറൻ്റ്ലി ദേ ആർ ഡൂയിങ് സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസ്. അവർ സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ BA, BCom, BBA, BA അറബിക് ജനറൽ ബാച്ച് ഇത്തരത്തിലുള്ള കോഴ്സുകളും അതിനോടൊപ്പം തന്നെ MCom, MA ഇംഗ്ലീഷ്, MA മലയാളം അത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ അവർ എന്ത് ചെയ്യുന്നത് ബോത്ത് ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാംസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യണം, നിങ്ങളുടെ കരിയർ ഡെവലപ്മെൻറ്റിന് ഡിഗ്രി ആവശ്യമാണ്, പക്ഷേ നിങ്ങൾക്ക് ഒരു കോളേജിൽ പോയിരുന്ന് പഠിക്കാനുള്ള സമയം നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറും ഇതിനോടൊപ്പം തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും മികച്ച ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒരുപാട് സ്റ്റഡി സെൻറ്റേഴ്സ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഈ സ്റ്റഡി സെൻറ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഒരുപാട് കോഴ്സുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് കോഴ്സുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഓൺലൈൻ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് അല്ലേ? ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ BA ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, സോഷ്യോളജി, ഇതിനോടൊപ്പം തന്നെ BA അറബിക് ജനറൽ പ്ലസ് BBA, BCom, അതിനോടൊപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളായിട്ടുള്ള MA മലയാളം, MA ഇംഗ്ലീഷ്, ദെൻ MCom, ഈ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കോഴ്സുകളുടെ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാമെന്ന് പറയുന്നത് അതൊരു നല്ല തീരുമാനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ബിസി ലൈഫിനോടൊപ്പം തന്നെ പഠനം കൊണ്ടുപോകണമെന്നാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. കൂടുതൽ അപ്ഡേഷനുമായിട്ടും നിങ്ങൾക്ക് ഇനി ക്ലാസ്സുകൾ വേണമെന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. ഒപ്പം കൂടുതൽ അപ്ഡേഷന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.